കൂട്ടുകാരെ, നൈറ്റത്തെ പണിയുടെ ക്ലൈമാക്സ് ആണിത്. വെളുപ്പിനല്ല, ഈ വല എടുക്കുമ്പോൾ ഏകദേശം 6:45. ഇത് രാവിലെ എടുത്ത വല കിട്ടിയതാണ്. ഓരോ വലയിലും വിചാരിക്കും വല നിറയെ മീൻ കിട്ടണമെന്ന്. ഇത് ഒരു രക്ഷയില്ല, പണി വളരെ മോശം. ഇത് ചപ്പ് ചവറിൻ്റെ കളിയാണ് നമ്മുടെ കടൽ നിറയെ. ഈ വേസ്റ്റ് കാരണമാണ് മിക്ക മത്സ്യങ്ങൾക്കും പ്രചരണം നടക്കാൻ പറ്റാത്തത്. കാരണം മണ്ണിൽ കല്ലിലും ഒക്കെ മുട്ടയിടാൻ നിൽക്കുന്നവർക്ക് ഈ വേസ്റ്റ് ഒരു ബുദ്ധിമുട്ടാണ്. മറ്റ് മത്സ്യങ്ങൾക്ക് എല്ലാം ചാക്ക്, തൂപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ അക്കിടി, അതായത് ഒഴുവലിനകത്ത് കുപ്പി കെട്ടിയിട്ട് മണ്ണ് ചാക്ക് കെട്ടി താത്തിടും. അത് ചെയ്യുന്നതിനകത്തൊരു നന്മയുണ്ട്. ഈ പേക്കണം, അതായത് കട്ടിൽ ഫിഷ് മുട്ടയിടുന്നത് അതിനകത്താണ്. വലയെല്ലാം ഒതുക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇത് എഴഞ്ഞു പോണയൊക്കെ വെറും വേസ്റ്റ് ഞണ്ട, വില കിട്ടുന്ന ഞണ്ടൊന്നുമില്ല. ഇത് കളയണയൊക്കെ വേസ്റ്റാണ്, പ്ലാസ്റ്റിക്. ഇതിപ്പോൾ എടുക്കുന്ന ചാക്കും നമുക്ക് ആവശ്യമില്ല. പറയത്തക്ക നല്ല മീനൊന്നുമില്ല. ഇതൊരു ഞണ്ടാണ്, മഡ് ക്രാബാണ്. പക്ഷേ അത്ര വലിയ വില കിട്ടുന്ന സാധനമല്ല. പുള്ളി എന്നെ ഒന്ന് പേടിപ്പിച്ചേ. പ്രാച്ചിയില്ല, കിളിമീനില്ല, ഒന്നുമില്ല. കുറേ വേസ്റ്റ്. ഇത് പറക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആകെ കിട്ടുന്ന 2-3 കൊട്ട വളം കിട്ടും. അതിന് 1 കിലോയ്ക്ക് 24-23 രൂപ വിലയുള്ളൂ. അത് പുല്ലൻ ചെമ്മീനൊക്കെ ആയിട്ട് മിക്സ് ചെയ്താൽ 16 രൂപയുള്ളൂ. ഡയറക്റ്റ് പറക്കിയെടുത്ത് വേസ്റ്റ് ഇല്ലാതെ കുടിക്കുകയാണെങ്കിൽ 25-26 രൂപ കിട്ടും. ഈ പൊടിഞ്ഞണ്ടിനെല്ലാം നീക്കുവല കൊണ്ട് സൈഡാക്കി വാരിക്കളയണം. പിന്നെ കൊരണ്ടി ഇട്ടിരുന്ന് ചരക്ക് പറക്കണം. കൊട്ടയെല്ലാം എടുത്ത് സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ നൈസിന് 5 ആളുടെ കടി കിട്ടാതെ നോക്കിക്കോണം. കാരണം പുള്ളിക്ക് ഒരു വിവരവും ബോധമില്ല, കഴിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ഇത് വലയെടുത്തിട്ട് ബോട്ട് നേരെ താഴമ്പള്ളി ഹാർബറിലോട്ട് ഓടിയ. ഷവല് കൊണ്ട് നൈസായിട്ട് വടിച്ചു മാറ്റിയത്. ഈ കാണുന്നതാണ് 5 ആളാണ്. ഇത് കടിച്ചിട്ട് എൻ്റെ ചൂണ്ടുവിരലിലുള്ള ആ ഒരു മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല, തഴമ്പ് കിടക്കുക. പ്രാച്ചിക്ക് ജീവനുണ്ട്, പക്ഷേ കാണിക്കാനായിട്ട് ഒന്നേ ഉള്ളൂ. ഇനി ഇടയ്ക്ക് പറക്കുമ്പോൾ ഓരോന്ന് കിട്ടും. അപ്പോൾ ആ ചാടിപ്പോയി ഞണ്ടും വേസ്റ്റ് ഞണ്ട. ഇതാണ് 5 ആളാണ്. ചക്കം കിടപ്പുണ്ട്, ജീവനും ഉണ്ട്. നേരത്തെ കാണിച്ച അതേ ഞണ്ടിൻ്റെ ഇനത്തിൽപ്പെട്ടത് തന്നെ. കടി കിട്ടുന്നതിനകത്ത് ഞണ്ടിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതൊരു പഫർ ഫിഷാണ്, പേത്തേന്ന് പറയും. അതിന് മുള്ളുള്ളതിന് മുള്ളൻ ഊത്തേന്നും പറയും. പലതിനും പല രീതിയിൽ പേര്. വാരിക്കളയണ എല്ലാം വേസ്റ്റാണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. നമ്മുടെ കടൽ മൊത്തം ഇങ്ങനെ ആയിപ്പോയി കൂട്ടുകാരെ. എന്ത് ചെയ്യാൻ പറ്റും? ആറ്, പുഴ, അരുവി എല്ലായിടത്തു നിന്നും വരുന്ന വേസ്റ്റാണ് കടലിൽ വന്ന് അടിയുന്നത്. അതുകൊണ്ട് കടപ്പുറത്തുകാർ മാത്രം ഇടണ വേസ്റ്റല്ല. ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സോഴ്സും ഇല്ല. ഇതാണ് തൂപ്പ്. നമ്മൾ അക്കിടി എന്ന് പറയും, തമിഴന്മാർ അക്കിടി എന്ന് പറയും. അവരിത് കെട്ടി വെച്ചിട്ടാണ് ഈ കട്ടൽ ഫിഷിന് ചൂണ്ടയിട്ട് പിടിക്കണം. ഇതൊന്നുമില്ല, കടലിൽ നിന്ന് കിട്ടുന്ന കടലിൽ തന്നെ കളയാനേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് പണ്ട് ചെയ്ത കണക്ക് നെറ്റ് ബാഗ് തന്നു വിടുകയാണെങ്കിൽ അതിനകത്തിട്ട് തിരിച്ച് കരയെ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു പറപ്പൻ തിരണ്ടിയാണിത്. ഇതിന് അങ്ങനെ പേര് വന്നതിന് കാരണമുണ്ട്. ഇത് തിരമാലയുടെ മേളിൽ കൂടെ ഒരു 10-5 മീറ്ററൊക്കെ പറക്കും. ഇത് പുല്ല് കുത്തി, ഗൾഫിൽ ചേരി എന്ന് പറയും. അതൊരു തിരണ്ടിയാണ് കിടക്കണം. മേളിലൊരു പ്രാച്ചിയുണ്ട്. ഇത് ആരോ ഊരിക്കളഞ്ഞ ട്രാക്ക് പാൻറ്റാണ്. അകത്ത് മണ്ണുണ്ട്, അതുകൊണ്ട് പൊഴിച്ചിടാൻ പറ്റില്ല. അത് അതേ കണക്ക് തന്നെ എടുത്ത് വെള്ളത്തിൽ കളയാം. നമുക്കെന്തിനാണ് വല്ലവരുടെയും പാൻറ്റ്. ഇത് ഒക്ടോബസാണ്, പൊട്ട് കണവാന്ന് പറയും. അങ്ങനെ പാൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, വെള്ളത്തിൽ കളഞ്ഞ്. ആ മണ്ണ് അതിനകത്ത് കുടഞ്ഞാൽ ചിലപ്പോൾ 1-2 മീൻ കാണും. പക്ഷെ അതിനുവേണ്ടി അത്രയും മണ്ണ് തട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കിടന്ന് പറക്കി കൈയെല്ലാം പൊട്ടും, ശരിയാവില്ല. ഇത് ഉറത്ത കുഞ്ഞാണ്, ഉറത്ത. വില കിട്ടത്തില്ല, വളത്തിനകത്ത് ഇടാനേ പറ്റൂ. വലിയ സൈസ് ആണെങ്കിൽ മാത്രമേ ഉണ്ട് വില കിട്ടുന്നത്. ഈ വേസ്റ്റൊക്കെ ഇനി എപ്പോൾ പറക്കി തീരാനാണ്? ഓരോ സൈഡിൽ നിന്ന് ഇരിക്കും, ഇച്ചിരിച്ച് പറക്കി ഒരു 3/4 മണിക്കൂറൊക്കെ എടുക്കും പറക്കി തീരാൻ. സ്രാങ്ക് വന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പുള്ളിയുടെയും പ്രതീക്ഷ പോയി. ആകെ കിട്ടിയ സാധനമാണ് ഈ കാണാണ്ട. അതിനകത്ത് 5 കൊട്ടയിൽ വളമുണ്ട്. ഇത് നല്ല മിച്ചറ്, ഇത് കുറഞ്ഞ ഞണ്ട്, ഇത് 4-5 കൊഞ്ച്, ഒരു കാക്കൊട്ട പുല്ലൻ, കല്ലൻ പുല്ലൻ എന്ന് പറയും, രാത്രി കിട്ടുന്ന പുല്ലനാണ്. ഇത് നമ്മുടെ കട്ടിൽ ഫിഷും ഒക്ടോപ്പസും എല്ലാം കൂടെ, ഒട്ടുകണവയും പേക്കണവയും. ഇനി നൈസായിട്ട് സ്റ്റോറി ഇറങ്ങാം. കാരണം അത് പച്ചമീൻ പച്ചയോടെ തന്നെ ഐസ് ചെയ്യണമെന്നാണ് കടലിപ്പണിക്കാരുടെ നിയമം. എന്നാലേ ആ മീൻ കരയിലെത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലെത്താൻ പാകത്തിന് ഫ്രഷായിട്ടിരിക്കത്തുള്ളൂ. സ്റ്റോറിൽ ഞങ്ങൾ 2 പേരാണ്, ഞാനും എമ്മാനുവൽ ചേട്ടനും. ഞാൻ പിന്നെ നൈസായിട്ട് വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം ഇനി ഐസ് കുത്താനായിട്ട്. ഇതാണ് നമ്മുടെ ഐസ് കള്ളി. 100 ബ്ലോക്ക് ഐസുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ രാത്രി കിട്ടിയ വലിയ പറപ്പൻ തിരണ്ടിയാണ്.
അകത്തിച്ചിരി വെട്ടക്കുറവുണ്ട്, അതിൻ്റേതായ ഒരു ക്ലാരിറ്റി വ്യത്യാസമുണ്ട്. ഇതാണ് സാധനം. ആ ബോക്സ് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുക എൻ്റെ ചിറക്. ഇതിനകത്ത് വലിയ രക്ഷയൊന്നുമില്ല. ഇന്നലത്തെ നൈറ്റിലെ പണിയിൽ നമുക്ക് എണ്ണയ്ക്കുള്ള കഷ്ടിച്ച് കിട്ടും. രാത്രിത്തെ 2 വില കിട്ടിയ പുല്ലൻ ചെമ്മീനായിരിക്കണം. ഇത് ആകെ കിട്ടിയ നല്ല മിച്ചറാണിത്. നല്ല മിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വിറ്റാൽ വില കിട്ടുന്ന മീൻ. ഇത് കറക്കി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ചെമ്പല്ലി, ഹമൂറ്, പിന്നെ പുല്ലൂത്തി. ഇത് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ തെരണ്ടി. അതിനകത്ത് സാധാ തെരണ്ടിയുണ്ട്, പറപ്പൻ തെരണ്ടിയുണ്ട്. ഇത് വളമാണ്. ഈ ഐറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 25-26 രൂപ കിട്ടുന്ന സാധനം. ഇത് ഫസ്റ്റ് വിലയിലൊക്കെ കിട്ടിയ ഞണ്ടാണ്. പെട്ടിയിൽ ഐസ് ചെയ്തേക്കുക. രണ്ടാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ കള്ളിയിലാക്കും. ഇത് നല്ല മിച്ചർ. ഇതൊരു ചീലവ് മേളിലുണ്ട്. അത് വെള്ളാക്കണ്ണൻ, എല്ലാ നാട്ടിലും ആ പേരാണോ എന്നറിയില്ല. ഇത് നമ്മുടെ നങ്ക് മാന്തൽ, മീഡിയം സൈസാണ്, അത്ര വലിയ വലുതൊന്നുമല്ല. ഇത് കട്ടിൽ ഫിഷും ഒട്ടുകണവായും, അതായത് ഒക്ടോപ്പസും. ഇത് നമ്മുടെ കടൽ ഉടുമ്പ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ കരയിലെ ഉടുമ്പിൻ്റെ അതേ ഷേപ്പ് തന്നെ. സ്രാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ടേസ്റ്റും സ്രാവിൻ്റെ തന്നെ. ഇതാണ് നമ്മുടെ ബോട്ടിലെ സ്റ്റോറിലെ ഇന്നത്തെ ക്യാച്ചിങ്. ഒരു ഭേദമില്ല. ആ വളം പോലും 2 പലകേ ആയിട്ടുള്ളൂ. എന്തെങ്കിലും കട്ടിക്ക് കിട്ടുമ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് അരിവടിക്കാൻ പറ്റൂ. ഞങ്ങൾ സ്റ്റോറിൽ നിന്ന് മേളിൽ കയറിയപ്പോഴത്തേക്കും ബോട്ട് മുതലപ്പുഴി അഴിക്കകത്തുള്ള താഴമ്പള്ളി ഹാർബറിലെത്തി. കാലത്ത് നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. എന്നാലും നമ്മുടെ കൊല്ലത്ത് ശക്തികുളങ്ങര, നീണ്ടകര, വാടിയിലെ കണക്കുള്ള അത്ര തിരക്കില്ല. പറയത്തക്ക വലിയ കച്ചവടക്കാരും ഇല്ല. നമ്മുടെ കൊണ്ടൽ സിനിമയെ കാണിക്കുന്നത് കൊല്ലം ഹാർബറാണ്, ഈ ഹാർബറല്ല. പക്ഷേ പേര് ഈ ഹാർബറിൻ്റെ പേരാണെന്നേ ഉള്ളൂ. താങ്ങുവള്ളങ്ങളൊക്കെ രാത്രി വലയടിച്ചിട്ട് കരയിലെത്തിയിട്ടുണ്ട്. ആളുകളൊക്കെ അത്യാവശ്യമുണ്ട്, എന്നാലും കുറവാന്ന് പറയുന്നില്ല. ആ കാണുന്ന താഴമ്പള്ളി പാലം